കഴിഞ്ഞ കൊല്ലം ഞാൻ ജെയ്ക്ക് ട്രൈ ചെയ്തപ്പം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പപ്പ മമ്മക്ക് റിപ്പീറ്റ് എന്ന് പറയുന്നതിനോട് വലിയൊരു താല്പര്യം കാണിച്ചില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നാണ്, ഫ്രണ്ടിൻ്റെ കസിൻ ഇഗ്നൈറ്റിലേക്ക് ഒരു ടോപ്പറിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് ഇഗ്നൈറ്റിലേക്ക് എത്തിയത്. അപ്പോൾ ആദ്യം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് വാസ് ഗുഡ്, പക്ഷെ ഓഫ്ലൈൻ ആയിരുന്നപ്പോൾ എന്താ പറയുക, എല്ലാവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂടി നമുക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ നല്ല രസമായിരുന്നു. ലൈക്ക് ഒരു ജോയ്ഫുൾ എൻവയോൺമെൻറ്റിൽ തന്നെ നമുക്ക് എല്ലാം പഠിക്കാനും പറ്റി. ആൻഡ് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ലൈക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും. ലൈക്ക് നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയതിൽ അതൊക്കെ കൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞാൽ ലൈക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രോങ് പോയിന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. എനിക്ക് ഡ്രോയിങ് ആയിരുന്നു ഏറ്റവും വീക്ക് ആയിട്ടുണ്ടായിരുന്നത്. ഇഗ്നൈറ്റില് നമുക്ക് ഡിഫറെന്റ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക് ഓരോരുത്തരുടെ വ്യൂസ് കാണാൻ പറ്റി. അപ്പം ഇറ്റ് വാസ് നൈസ് ആക്ച്വലി. അതിൽ ഓഫ്ലൈൻ ക്ലാസ്സസിൽ ഒരു സാർ, ആനി സാറിന്റെ ക്ലാസ്സസ് എനിക്ക് അങ്ങനെ ആരെയും ഫോക്കസ് ചെയ്ത് പറയല്ല, ബട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബിക്കോസ് സാർ ലൈക്ക് അങ്ങനെ കുറച്ചും കൂടി എനിക്ക് എന്റേതായ ഒരു എന്റെ ഡ്രോയിങ്ങിൽ എവിടേക്കാ മിസ്റ്റേക്സ് എന്നുള്ളത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്ത് തന്നത് സാറായിരുന്നു. ലൈക്ക് ഞാൻ എന്തൊക്കെ ക്ലിയർ ആക്കിയാൽ മതി എന്നുള്ളത്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെയും കമ്പാരിറ്റീവ്ലി എനിക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ന് ഫീൽ ചെയ്തിട്ടുള്ള. അപ്പോ അപ്പം ആദ്യം നമ്മളത് എന്താന്ന് മനസ്സിലാക്കുക. ലൈക്ക് ചിലവർക്ക് ഡ്രോയിങ് ആയിരിക്കും ഗുഡ്, ചിലവർ മാത്സിലായിരിക്കും ഗുഡ്. അപ്പം കൂടുതലും മാത്സിന് എന്തായാലും നല്ലോണം ഫോക്കസ് ചെയ്യാൻ നോക്കുക. കാരണം എന്താ പറയുക, എൻട്രൻസ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂല് മാത്സിനാണ് കൂടുതൽ വെയിറ്റേജ് അവർ കൊടുക്കുന്നത്. പിന്നെ പിന്നെന്താ അവരോട് പറയാന്നൊക്കെ ചോദിച്ചാൽ സ്റ്റഡി മെറ്റീരിയൽസ്, യെസ് സ്റ്റഡി മെറ്റീരിയൽസ്. എന്താ വെച്ചാല് ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഓഫ് സ്റ്റഡി ആണല്ലോ. ഞാൻ പറഞ്ഞാല് എനിക്ക് രാവിലെ ഇരുന്നും പഠിക്കാനൊന്നും കഴിയില്ല. ഞാൻ കൂടുതൽ രാത്രി മാത്രം ഇരുന്നൊക്കെ പഠിച്ചിരുന്ന ടൈപ്പ് ആയിരുന്നു. അപ്പോ ഞാൻ പഠിക്കുമ്പോൾ കൂടുതൽ മാത്സിന് തന്നെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. ഞാൻ മാത്സിന്റെ പിന്നെ ഇഗ്നൈറ്റ് ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു. ഓരോ ചാപ്റ്റർ വൈസ് ലാസ്റ്റിലേക്കൊക്കെ ആയപ്പോൾ ഓരോ ചാപ്റ്റർ വൈസും ഉണ്ടായിരുന്നു. അപ്പോ ഇറ്റ് വാസ് ലൈക്ക് അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു മോക്ക് ടെസ്റ്റ്. പിന്നെ ഓൾസോ ഞാൻ കുറച്ചു കാലം ഹോസ്റ്റലിൽ വന്ന് നിന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന കുറെ ഓൺലൈനേക്കാളും ഓഫ്ലൈൻ എനിക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി. ബിക്കോസ് എല്ലാവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ഓൾസോ ഐ സ്റ്റിൽ റിമെമ്പർ ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ലീവ് എടുത്ത് ഇഗ്നൈറ്റിലേക്ക് വന്നില്ല. അപ്പം നമ്മളെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു. ഐ മീൻ ഇഗ്നൈറ്റ് ഇങ്ങനെ എൻക്വയർ ചെയ്തു എന്താണ് എല്ലാവരും വരാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു എക്സാം ക്ലോസ് ആയി വരികയാണ്, സോ നമ്മൾ വിചാരിച്ചു ഒന്ന് സെൽഫ് സ്റ്റഡി ആക്കാം. അപ്പം ഒരു സാർ പറഞ്ഞതുണ്ടായിരുന്നു, ലൈക്ക് എന്താ പറയാ, നമ്മളെല്ലാരും മെത്തേഡ് ഓഫ് തിങ്കിങ്, നമ്മളെ മെത്തേഡ് ഓഫ് ഡൂയിങ് എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പോ എല്ലാരും കൂടി നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും ശരിയാ, ഈ കുട്ടി പറയുന്നത് നമ്മൾ പറയുന്നതിനേക്കാളും കറക്റ്റ് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇറ്റ്സ് യൂഷ്വലി ബെസ്റ്റ് ഫോളോ യുവർ സെൽഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ട്, നമ്മളെ സ്ട്രോങ് പോയിന്റ്സ് എന്താ, വീക്ക് പോയിന്റ്സ് എന്താ. അപ്പം വീക്ക് പോയിന്റ്സിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനത്തെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെക്ഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് നാറ്റ് ആയിരിക്കും നല്ല മാർക്ക് കിട്ടാന്നുള്ളതായിരുന്നു. ജെയിനേക്കാളും എനിക്ക് ജെയി പറഞ്ഞ മാത്സ് ഒബ്വിയസ്ലി ജെയിന്റെ മാത്സ് ലൈക്ക് വേറെ തന്നെ ഒരു മാത്സ് ആണ്. അപ്പൊ ഹാർഡ് ആയിരിക്കും. പിന്നെ ഡ്രോയിങ്ങും എന്റെ അത്ര നല്ലൊരു സ്ട്രോങ് ഏരിയയെ അല്ലാത്തത് കൊണ്ട് അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നാറ്റക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ നാറ്റക്ക് സ്കോർ വന്നില്ല. ആൻഡ് ജെയി ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തീരെ ഉണ്ടാവാത്ത ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. സോ റിസൾട്ടും വന്നില്ല. ഐ വാസ് ലൈക്ക് വെരി സ്കാഡ് അബൌട്ട് ദ എക്സാം. പക്ഷെ സെക്കൻഡ് അറ്റംപ്റ്റ് നല്ലതായിരുന്നു കമ്പാരിറ്റീവ്ലി. അങ്ങനെയായിരുന്നു.